ശബരിമല സന്നിധാനത്തെ ഭക്തിയുടെ മറവിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന പണമിടപാടുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മണ്ഡലകാലത്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 8 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ സന്നിധാനത്തെ വിവിധ ബാങ്കുകൾ വഴി നടന്നതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ നവംബർ 17 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിലെ ഈ വൻതുകയുടെ കണക്കുകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാണ്. മാളികപ്പുറം മേൽശാന്തി മാത്രം SBI ബ്രാഞ്ചിൽ 46.51 ലക്ഷം രൂപ നിക്ഷേപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സഹായിയുടെ പേരിൽ ലക്ഷങ്ങളുടെ ഇടപാട് വേറെയും നടന്നു. ധനലക്ഷ്മി ബാങ്ക് വഴി 14 കോടിയിലധികം രൂപയാണ് 941 ഇടപാടുകളിലൂടെ എത്തിയത് എന്നത് സംഭവത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും കുത്തക പാട്ടക്കാരും അടങ്ങുന്ന 18 അക്കൗണ്ടുകൾ വഴിയാണ് ഈ കോടികൾ ഒഴുകിയത്. ഇതിൽ മുൻപ് വിവാദമായ ആടിയ നെയ്യ് ക്രമക്കേടിലെ പ്രതികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നത് ഗൗരവകരമായ സാഹചര്യമാണ്. ബാങ്ക് വഴിയുള്ള ഇടപാടുകൾക്ക് പുറമെ പോസ്റ്റ് ഓഫീസ് വഴി 14 ലക്ഷം രൂപയുടെ മണി ഓർഡറുകളും അയച്ചിട്ടുണ്ട്. ദിവസക്കൂലിക്കാരും ശുചീകരണ തൊഴിലാളികളും വരെ ഇത്തരത്തിൽ പണം അയച്ചവരുടെ കൂട്ടത്തിലുണ്ട്. സന്നിധാനത്ത് അനധികൃത ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ രഹസ്യവിവരത്തെ തുടർന്നാണ് കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടന്നത്. ലഭിച്ച തുകയെല്ലാം ഭക്തർ നൽകിയ ദക്ഷിണയാണെന്നാണ് ആരോപണ വിധേയരുടെ വിശദീകരണമെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടയിൽ പുറത്തുവന്ന ഈ പുതിയ കണ്ടെത്തലുകൾ ദേവസ്വം ബോർഡിനെ ശരിക്കും വെട്ടിലാക്കിയിരിക്കുകയാണ്.